ചപ്പാത്തിയിലുമൊക്കെ ജാം പുരട്ടി കഴിക്കാൻ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമായിരിക്കും അല്ലേ? പൈനാപ്പിൾ ജാം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. ഈ പൈനാപ്പിൾ ജാം നമ്മൾ പുറത്തുനിന്ന് കാശ് മുടക്കി വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് പതിവ്. എന്നാൽ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഈ പൈനാപ്പിൾ ജാം ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്ന് നോക്കിയാലോ? നമുക്കായി ഇന്നിത് പരിചയപ്പെടുത്തുന്നു കാവ്യ. പൈനാപ്പിൾ ജാം തയ്യാറാക്കാനായിട്ട് ഒരു വലിയ പൈനാപ്പിൾ, 1 കപ്പ് പഞ്ചസാര, പകുതി നാരങ്ങ എന്നിവയാണ് ആവശ്യമുള്ളത്. ആദ്യം തന്നെ ഇവിടെ പൈനാപ്പിൾ എടുത്ത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക. ഇവിടെ നല്ല ജ്യൂസായി കിട്ടിയിട്ടുണ്ട്. ഈ പൈനാപ്പിൾ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ഇവിടെ അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലെടുത്ത് സ്റ്റവിൽ വെച്ച് ചൂടാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞു ചേരുന്നത് വരെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് പാകം ചെയ്യണം. പൈനാപ്പിൾ സിറപ്പ് കിട്ടാവുന്നത് വരെ പാകം ചെയ്യുക. വെള്ളം പൂർണ്ണമായി വറ്റിപ്പോയി എന്ന് ഉറപ്പാക്കണം. ഇത് ആവശ്യത്തിന് കട്ടിയായി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ അണച്ച് ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൂട്ടിക്കലർത്തുക. നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ തയ്യാറാണ്. തണുത്ത ശേഷം 1 മാസം വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ ജാം സൂക്ഷിക്കാനായിട്ട് വൃത്തിയുള്ളതും ജലാംശം ഇല്ലാത്തതുമായിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെ ഉപയോഗിക്കണം. അങ്ങനെയാകുമ്പോൾ കൂടുതൽ കാലം നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ ജാം നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇനി പുറത്തു നിന്ന് ഇത്തരത്തിലുള്ള ജാമുകളൊന്നും വാങ്ങിക്കേണ്ട. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.